തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലേറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് കോർപ്പറേഷനിൽ. ഭരണം നിലനിർത്തുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ പിടിച്ചെടുക്കുമെന്നാണ് LDF ആവർത്തിക്കുന്നത്. വികസനം മുഖ്യ ചർച്ചയാക്കിയാണ് കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. BJPയും വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. 56 ഡിവിഷനുകൾ, 29 എന്ന മാജിക് സംഖ്യ ആർക്ക്? ഇതാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ 34 സീറ്റുകൾ നേടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം UDF പിടിച്ചത്. 19 സീറ്റുകളാണ് LDFന് ലഭിച്ചത്. ആദ്യമായി കോർപ്പറേഷനിൽ NDA ഒരു സീറ്റ് നേടി. 2015 നഷ്ടപ്പെട്ട തുളിച്ചേരി, കക്കാടൻ നോർത്ത്, ശാതുലിപ്പള്ളി, വലിയന്നൂർ, മേലെച്ചൊവ്വ, ആറ്റടപ്പ, തോട്ടട, പടന്ന സീറ്റുകൾ പിടിച്ചെടുത്താണ് UDF കഴിഞ്ഞ തവണ വ്യക്തമായ മുൻതൂക്കം കോർപ്പറേഷനിൽ നേടിയത്. ഇത്തവണ 40 സീറ്റുകൾ നേടുമെന്നാണ് UDFന്റെ പ്രഖ്യാപനം. വൻ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ തുടരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ പറഞ്ഞു. ഇടതുപക്ഷം കോർപ്പറേഷനെതിരെ എന്തൊക്കെ ആയുധമാക്കാൻ ശ്രമിച്ചുവോ ആ ആയുധമൊക്കെ ബൂമറാങ് പോലെ അവരുടെ നെഞ്ചിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവർക്കത് ബോധ്യമാകും. ഞങ്ങൾക്ക് തർക്കം വേണ്ട. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും സീറ്റ് അധികം കിട്ടിക്കൊണ്ട് ആ സീറ്റ് അതിലും നന്നായിട്ട് വർദ്ധിച്ചാൽ അത്ഭുതപ്പെടേണ്ട. ആ നിലയിലേക്കുള്ള ഒരു ജനവികാരം ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ട്, നമുക്ക് അനുകൂലമായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ LDF പിടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ പറഞ്ഞു. കണ്ണൂരിൻ്റെ വികസന വിരുദ്ധതക്കും കണ്ണൂരിലെ ഭരണസമിതി കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നിലപാടിനെതിരെയുള്ള ജനകീയ രോഷമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ജയിക്കും എന്നുള്ള ചിന്തയുണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം. അത് ഒരു വലിയ ട്രെൻഡായി ഈ കണ്ണൂർ കോർപ്പറേഷനിലാകെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ഡിവിഷനിൽ മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പരമ്പരാഗതമായിട്ട് UDFൻ്റെ ഭാഗമായി നിൽക്കുന്ന ഡിവിഷനിലടക്കം ഇത് വളരെ പ്രകടമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് ഇവിടെ ഭരണം നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്നതാണ്. അവസാന ലാപ്പിൽ ഞങ്ങൾ എത്തുന്ന പ്രതീക്ഷ അതാണ്. നല്ല ഭൂരിപക്ഷമുള്ള ഒരു ഭരണം ഇത്തവണ LDFന് കണ്ണൂർ കോർപ്പറേഷനിൽ നേടിയെടുക്കുന്നതിന് സാധിക്കും. വികസനമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ മുഖ്യ ചർച്ച. UDF ആണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും കണ്ണൂർ നഗരത്തിൽ നടപ്പാക്കിയിട്ടുള്ളതെന്ന് TO മോഹനൻ. ഞങ്ങൾ കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് CPMഉം BJPയും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അവർ ഒരേ തൂവൽ പക്ഷികളാണെന്ന് തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ്, വോട്ടർമാർക്ക് ബോധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കഴിഞ്ഞ തവണ നമുക്ക് 34-35 സീറ്റാണുള്ളത്. അതിനേക്കാൾ വർദ്ധിച്ച ഒരു സീറ്റെങ്കിലും നേടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. അത് 40 സീറ്റ് വരെ ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. CPMൻ്റെ യഥാർത്ഥ കോട്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന ചില കോട്ടകൾ ഇത്തവണ പൊളിഞ്ഞു വീഴും. അതും നമുക്ക് കാണാൻ കഴിയും. കണ്ണൂർ കോർപ്പറേഷനിൽ LDFന് ഭരണം കിട്ടിയാൽ വികസനം എന്ത് എന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുമെന്ന് M പ്രകാശനും തിരിച്ചടിച്ചു. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ ത്രിമാന ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും ഒഴിയാതെ 5 കൊല്ലക്കാലം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. അതിനുള്ള പദ്ധതികളെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ ധനം എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെ സംബന്ധിക്കുന്ന ഒരു ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ എത്തിച്ചത്. നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം LDF ജനങ്ങൾക്ക് മുന്നിൽ നേരത്തെ വെച്ചിട്ടുണ്ട്. അത് വെറുതെ ഉണ്ടായ AI വീഡിയോ അല്ലെന്നും കൃത്യമായ ഹോംവർക്ക് നടത്തി തയ്യാറാക്കിയ ദൃശ്യങ്ങളാണെന്നും അത് നടപ്പാക്കി LDF കാണിക്കുമെന്നും M പ്രകാശൻ പറഞ്ഞു. ജവഹർ സ്റ്റേഡിയം അടക്കം നവീകരിച്ച് കണ്ണൂരിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് ഇതിന് UDF മറുപടിയും നൽകിയിരുന്നു. കോർപ്പറേഷനിൽ UDFന് വിമതശല്യം രൂക്ഷമാണ്. ഇത് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. റിബൽ ഭീഷണിയില്ലാതെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയും വൻ മുന്നേറ്റമാണ് അവകാശപ്പെടുന്നത്. 6 സീറ്റുകൾ വരെ നേടുമെന്നാണ് BJPയുടെ അവകാശവാദം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.